വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിന്റെ മറ്റൊരു ഇംഗ്ലീഷ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും SLC പരീക്ഷയുടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് തകൃതിയായിട്ട് പോയിക്കൊണ്ടിരിക്കാവും അല്ലേ? അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മുടെ 5 യൂണിറ്റുകളിലെ ചാപ്റ്റേഴ്സും അതുമായി ബന്ധപ്പെട്ട ഗ്രാമർ ഏരിയാസും എല്ലാം നിങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളും ഞങ്ങളുടെ ടീമും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സഹായം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി എന്തായാലും എല്ലാ വർഷം കൊടുക്കുന്ന പോലെ ഇപ്രാവശ്യത്തെ SLC ബാച്ച് നമുക്ക് മറക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇനി മുതൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് കാര്യങ്ങൾ മീൻസ് ഏതെങ്കിലും ഒരു ടോപ്പിക് കവർ ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഷോർട്ട് വീഡിയോസ് എല്ലാം ഉണ്ടാവുക. അപ്പോൾ ഏതായാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. SLC റിവിഷൻ 2024-25 ഫൈനൽ ടച്ചിലേക്ക് എല്ലാവർക്കും, എല്ലാ മക്കൾസിനും ഒരിക്കൽ കൂടി വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലെറ്റർ ആണ്. ഓക്കെ, 2022-23 സെക്കൻഡ് ടേം എക്സാമിന് ചോദിച്ചിട്ടുള്ള സ്കോളർഷിപ്പ് ജാക്കറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ലെറ്റർ ആണ് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. സോ ആ ഒരു ലെറ്റർ പരിചയപ്പെടുത്ത വഴി ഒരു പേഴ്സണൽ ലെറ്ററിന്റെ മോഡൽ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലെറ്റർ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി പറയാൻ ഞാൻ ആ ഒരു ലെറ്റർ ഉപയോഗപ്പെടുത്തും. അതിന്റെ ഒരു മോഡലൊന്നും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, മോഡലൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി തന്നതാണ്. ഒരിക്കൽ കൂടി ആ മോഡലൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ലെറ്ററും എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നുള്ളൊരു മോഡലാണ് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കി, ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. മാർത്താസ് ജോയ് ന്യൂ നോ ബൗൺസ് വെൻ ഷീ റിസീവ്ഡ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ മാർത്തയുടെ ആ സന്തോഷം അതിരുകളില്ലാതെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവർക്ക് അത്രമാത്രം ഷി വാസ് എക്സ്ട്രീംലി ഹാപ്പി. ആക്ച്വലി വളരെയധികം സന്തോഷത്തിലായിരുന്നു ആരുണ്ടായിരുന്നത്, മാർത്ത ഉണ്ടായിരുന്നത്. സോ ഷീ റോട്ട് എ ലെറ്റർ ടു ഹെർ ഫ്രണ്ട് ഡിസ്ക്രൈബിംഗ് ദ ഇവന്റ്സ്. ഈ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട്, ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയതും ആ ജാക്കറ്റ് കിട്ടാനിടയായിട്ടുള്ള സാഹചര്യങ്ങളും മറ്റു ഇൻസിഡന്റുകളും എല്ലാം പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ ഒരു ക്ലോസ് ഫ്രണ്ടിന് ഒരു ലെറ്റർ അയക്കുകയാണ്. റൈറ്റ് ദ ലൈക്ലി ലെറ്റർ എന്നാണ് നിങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാ ക്വസ്റ്റ്യൻ? 2022-23 സെക്കൻഡ് ടേം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ യു ക്യാൻ ഓൾസോ എക്സ്പെക്ട് ദ സെയിം ക്വസ്റ്റ്യൻ ഇൻ ദ കമ്മിങ് SLC എക്സാം. ഈ വരാനിരിക്കുന്ന SLC എക്സാമിനും ഒരു പക്ഷേ എന്ത് ചെയ്യാം, ഇതേ ചോദ്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരാം. അതുകൊണ്ടാണ് PYQ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ റാൻസിലൂടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നോക്കി, ഒരു പേഴ്സണൽ ലെറ്റർ നമ്മൾ എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ അറിയുന്ന കാര്യമാണ് എന്ത്, ആരാണോ ലെറ്റർ അയക്കുന്നത് അയാളുടെ അഡ്രസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം കൊടുക്കുന്നത് വിത്തൗട്ട് ദ നെയിം ആണ് അല്ലെ. ആ ഒരു അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ പേജ് മറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കും ഒരു പേഴ്സണൽ ലെറ്ററിന്റെ മോഡൽ എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ്. എന്താണ്? സെന്റേഴ്സ് അഡ്രസ് ആണ്. ആരാണോ ലെറ്റർ അയക്കുന്നത് അയാളുടെ അഡ്രസ് എന്ത് ചെയ്തോളാ, ആദ്യം അങ്ങോട്ട് എഴുതിക്കൂടാ. സെന്ററുടെ പേര് എഴുതാൻ നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ, സെന്റേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം എന്നാണ് പറയാ. അപ്പൊ എന്താണ്, മാർത്തയാണ് ഇവിടെ ലെറ്റർ അയക്കുന്നത് അല്ലെ. അപ്പൊ മാർത്തയുടെ അഡ്രസ് ഞാൻ കൊടുത്തു. എന്താണ്? സ്ട്രീറ്റ് നമ്പർ 6 ടെക്സാസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ കൊടുക്കേണ്ട സംഗതിയാണെന്ത്, ഒരു ഡേറ്റ് കൊടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് 5/5/2023 എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒരു കാര്യം ഒന്ന് മാറ്റി പിടിക്കുക. ഈ 5 ഡേ കഴിഞ്ഞതിന് ശേഷം അവിടെ മന്ത് കൊടുക്കുക. ഇപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഏത് മാസമാണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ 5 എന്നുള്ളതിന് പകരം മെയ് എന്ന് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് എന്ന് മനസ്സിലാക്കി വെക്കാം. മെയ് എന്ന് മാത്രം പറഞ്ഞാൽ ഏത് മന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ആ രീതിയിൽ കൊടുക്കുക. 5th of May 2023 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഞാൻ കൊടുത്തു. ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കാം. അപ്പൊ ആദ്യം സെന്റേഴ്സ് അഡ്രസ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ ഡേറ്റ് കൊടുത്തു. ഇനി സല്യൂട്ടേഷൻ ആണ്. നമ്മുടെ ഫ്രണ്ടിനെ നമ്മളൊന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് സല്യൂട്ടേഷൻ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്, തുടങ്ങുകയാണ്. എന്താണ്? ഡിയർ കാതറിൻ, ഡിയർ ഫ്രണ്ട് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഡിയർ മേഴ്സി എന്ന് കൊടുക്കാം. ഏതെങ്കിലും ഒരു പേരിൽ ഒരു ഫ്രണ്ടിന് ലെറ്റർ അയച്ചാൽ മതി. അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നു ഡിയർ കാതറിൻ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഇനി ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് പേഴ്സണൽ ലെറ്റർ എഴുതുകയാണെങ്കിലും യു ക്യാൻ യൂസ് ദിസ് സെന്റൻസ്. ഈ ആദ്യം കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ആയിട്ടുള്ള ഈ ഒരു 3 സെന്റൻസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് പേഴ്സണൽ ലെറ്റർ എഴുതുകയാണെങ്കിലും. ഇപ്പോൾ മിസ്റ്റർ തൊറാട്ട് എന്ത് ചെയ്യാണ്, എല്ലാം കഴിഞ്ഞതിന് ശേഷം, തന്റെ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, വിൻസ് ആ ഒരു ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തന്റെ വൈഫിന് അല്ലെങ്കിൽ തന്റെ ഒരു ഫ്രണ്ടിന് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ അയച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബിഗിനിങ് കൊടുക്കാൻ പറ്റും. ഈ ഒരു തുടക്കം നിങ്ങൾക്ക് കൊടുക്കാം. എന്താണത്? I hope this letter finds you well. ഈ ലെറ്റർ നിന്നെ അടുത്തെത്തുന്ന സമയത്ത് നീ ഉഷാറായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്ന് വെച്ചാൽ ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാണ്, I hope this letter finds you well.
I have some incredibly exciting news to share with you. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ഇൻക്രെഡിബിൾ ആയിട്ടുള്ള, അൺബിലീവബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിന്നോട് എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻ റീസെന്റ്. ഈ അടുത്ത് എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ കേട്ടാണുണ്ടല്ലോ, നീ ഒരിക്കലും അതൊന്നും എന്ത് ചെയ്യില്ല, വിശ്വസിക്കില്ല എന്ന് പറയാം. അപ്പൊ ഈ ഒരു തുടക്കം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്റർ തൊറാട്ട് തന്റെ ഫ്രണ്ടിന് അയക്കുന്ന ലെറ്ററിൽ ഇതേ തുടക്കം കൊടുക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ ഹോമിയോപ്പത്സ് അല്ലെ, ഹോമിയോപ്പത് തന്റെ വീട്ടിലുണ്ടായ ആ ഒരു സ്നേക്ക് ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തന്റെ സുഹൃത്തിനോ അല്ലെങ്കിൽ തന്റെ വൈഫിനോ ഒക്കെ ഇത്തരത്തിലൊരു ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ, വൈഫില്ല ഫ്രണ്ട് ആയിക്കോട്ടെ, ഫ്രണ്ടിന് ഇത്തരത്തിലൊരു ലെറ്റർ അയച്ചു കഴിഞ്ഞാലും ഈ തുടക്കം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു ഞാനിപ്പോ പറഞ്ഞ മൂന്ന് ചാപ്റ്ററുകളാണ്, മൂന്ന് ചാപ്റ്ററുകളിലുള്ള ലെറ്റർ ഒക്കെ പേഴ്സണൽ ലെറ്റർ ആയിട്ട് വന്നാലും ഈ ഒരു തുടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വെച്ചാൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കാം. ഇനി അങ്ങോട്ട് വാർത്തയുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. എന്താണ്? സോ you know about the scholarship jacket drama at school, right? നിനക്ക് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രാമയെ കുറിച്ചൊക്കെ നിനക്ക് അറിയാം, അതിന്റെ പിന്നിൽ കുറെ കളികളൊക്കെ നടന്നതൊക്കെ നിനക്ക് അറിയാലോ. വെൽ, തിങ്സ് ടുക്ക് എ സർപ്രൈസിങ് ടേൺ. എന്തൊക്കെ ആയാലും അതിനൊക്കെ ഒരു വലിയൊരു വഴിത്തിരിവ് തന്നെ അതിനുണ്ടായി കഴിഞ്ഞു. It all started when I overheard Mr. Schmidt and Mr. Boone arguing about it. എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് ഞാൻ എന്ത് കേട്ടതാണ്, മിസ്റ്റർ സ്മിത്തും മിസ്റ്റർ ബൂണും തമ്മിലുണ്ടായ ആർഗ്യുമെന്റ് കേട്ടിടത് മുതലാണ് ഈ സംഭവങ്ങളെല്ലാം തുടങ്ങിയത്. Mr. Boone was totally against me getting the scholarship jacket because of my background. എൻ്റെ ആ ഒരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ ആ ഒരു മെക്സിക്കൻ അമേരിക്കൻ ഗേൾ എന്നുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കാരണം മിസ്റ്റർ ബൂൺ എന്ന് പറയുന്ന എൻ്റെ മാത്സ് ടീച്ചർ എന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഡിസ്ഹേർട്ടനിങ് ടു സേ ദ ലീസ്റ്റ്. പറഞ്ഞേ മതിയാവും, അത് എന്നെ തകർത്ത് കളയുന്ന രീതിയിലുള്ളതായിരുന്നു, അല്ലെങ്കിൽ എന്നെ അത്രമാത്രം പ്രയാസപ്പെടുന്നതാണ്, വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്നെ പ്രയാസപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു എന്നെ പഠിപ്പിക്കുന്ന സ്വന്തം ടീച്ചർ എന്ത് ചെയ്യുന്നില്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. But guess what? The very next day, the principal told me about a change in policy and dropped a bombshell. തൊട്ടടുത്ത ദിവസം പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിട്ട് ആ ഒരു കാര്യം എന്നെ അറിയിക്കുകയാണ്, ആ ഒരു പോളിസി ചേഞ്ചിനെ കുറിച്ച് എന്നെ അറിയിച്ചു. ആൻഡ് ഹി ഡ്രോപ്ഡ് എ ബോംബ്. അദ്ദേഹം ഒരു വലിയൊരു ബോംബ് എന്നെ പൊട്ടിച്ചു. ഏതാണ് ആ ബോംബ്? പ്രിൻസിപ്പൾ പൊട്ടിച്ച ബോംബ് ഏതാ? നിങ്ങൾ ഉദ്ദേശിച്ച ബോംബല്ല. ഇവിടെ ഐ ഹാഡ് ടു പേ $15 ഫോർ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന ബോംബാണ് പൊട്ടിച്ചത്. എന്താണ്? മാർത്തേ, നിനക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടണമെങ്കിൽ $15 ഇവിടെ കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ നിനക്ക് എന്ത് കിട്ടൂ, ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുള്ളൂ എന്ന് പറയുന്ന ആ വലിയൊരു ബോംബ് ആരുടെ മുന്നിൽ? മാർത്തിന്റെ മുന്നിൽ പ്രിൻസിപ്പാൾ പൊട്ടിച്ചു. ഇമാജിൻ ഹാവിംഗ് ടു പേ ഫോർ സംതിങ് യു ഹാവ് ഏൺഡ് ത്രൂ ഹാർഡ് വർക്ക്. കഷ്ടപ്പാടിലൂടെ നേടിയെടുത്തൊരു സാധനത്തിന് പൈസ കൊടുക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് വർത്താന പ്രിൻസിപ്പൾ പറഞ്ഞത് എന്നുള്ള രീതിയിൽ അവിടെ ഒരു സെന്റൻസ് കൊടുത്തു. ദെൻ ഹിയർ കംസ് ദ ബെസ്റ്റ് പാർട്ട്. അതിലൊന്നുമല്ല, ബെസ്റ്റ് പാർട്ട് അതൊന്നുമല്ല. I went home and spilled everything to grandpa. ഞാൻ നേരെ വീട്ടിലേക്ക് പോയിട്ട് ഇതെല്ലാം ആരുടെ മുന്നിൽ വിളമ്പി? എൻ്റെ ഗ്രാൻഡ്പയുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. I told everything to grandpa. That man, ആ മനുഷ്യനുണ്ടല്ലോ, വിത്ത് ഓൾ ഹിസ് വിസ്ഡം, അദ്ദേഹത്തിന്റെ എല്ലാ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ചിട്ട് stood firm and said, ഒലക്ക വിഴുങ്ങിയതുപോലെ നിന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നോ വേ, നടക്കൂല. ഐ വോണ്ട് പേ ദ $15. ഞാൻ എന്ത് തരൂല, $15 സ്കോളർഷിപ്പ് ജാക്കറ്റ് തരൂല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. He believed that the scholarship jacket was a reward for my efforts and not something we should buy. ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് മാർത്തയെ സംബന്ധിച്ച് മാർത്തയുടെ എഫേർട്ടിനുള്ള റിവാർഡാണ്, അല്ലാതെ അത് എന്തല്ല, സംതിങ് വി ഷുഡ് നെവർ ബൈ, പൈസ കൊടുത്ത് വാങ്ങേണ്ടത് ഒരു സംഗതി അല്ല എന്ന് ഗ്രാൻഡ്പ ഉറച്ച് വിശ്വസിക്കുന്നു എന്നും മാർത്ത തൻ്റെ ഫ്രണ്ടായിട്ടുള്ള കാതറിനോട് പറയാണ്. Then I had to go back to the principal armed with the grandpa's decision. ഗ്രാൻഡ്പയുടെ തീരുമാനം ഒരു ആയുധമാക്കിക്കൊണ്ട് ഞാൻ ആരുടെ മുന്നിലേക്ക് വീണ്ടും ചെന്നു? പിറ്റേ ദിവസം പ്രിൻസിപ്പാളുടെ റൂമിലേക്ക് പിന്നെയും ചെന്നു. It worked. അത് വർക്ക് ചെയ്തു. The principal recommended to the management that I get the jacket without paying a dime. 5 പൈസ ചെലവില്ലാതെ മാർത്തയ്ക്ക് തന്നെ ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുമെന്നുള്ളൊരു പ്രോമിസ് ആ വാക്കുകളിലൂടെ ഗ്രാൻഡ്പ പറഞ്ഞ കാര്യം മാർത്ത പ്രിൻസിപ്പൾ അറിയിച്ചതോടുകൂടി പ്രിൻസിപ്പൾ മാർത്തയ്ക്ക് ഉറപ്പ് കൊടുത്തു, 5 പൈസ ചെലവില്ലാതെ നിനക്ക് എന്ത് കിട്ടും? സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടും എന്നും അദ്ദേഹം അറിയിച്ചു. Can you believe it? നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? I was so overjoyed that I couldn't hold back tears. എന്നെ കൊണ്ട് എൻ്റെ കണ്ണുനീരിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തടഞ്ഞു വെക്കാൻ പറ്റുന്നില്ല. ഞാൻ സന്തോഷം കൊണ്ട് അവിടെ കരഞ്ഞു പോവാണ്.
It's more than just a jacket, and it's a symbol of overcoming obstacles and standing up against injustice. എന്നെ സംബന്ധിച്ച് ആ ഒരു ജാക്കറ്റ് വെറും ഒരു ജാക്കറ്റ് അല്ല. ഇറ്റ്സ് എ സിംബൽ ഓഫ് ഓവർകമ്മിങ് ഒബ്സ്റ്റക്കിൾസ്. എല്ലാ തടസ്സങ്ങളെയും മറികടക്കുന്ന അതിൻ്റെതായിട്ടുള്ളൊരു സിംബലാണത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് അപ്പ് എഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്. അനീതിക്കെതിരെ പോരാടിയ ഒരു കുട്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ റിവാർഡാണ് ഏത്? ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് എന്നും മാർത്ത തന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫ് മുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണോ നമ്മളോട് ലെറ്ററിൽ പറയാൻ പറഞ്ഞ കാര്യം അത് ഒരു 1, 2, 3 പാരഗ്രാഫ് ആയിട്ട് ഞാൻ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? തുടക്കത്തിലുള്ള ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എല്ലാ പേഴ്സണൽ ലെറ്ററിലും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നീട് അങ്ങോട്ടുള്ള 2, 3, 4 പാരഗ്രാഫ്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ? ആ ഒരു ചോദ്യം എന്താണോ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ അത് എഴുതുന്ന രീതിയിൽ ഇതുപോലെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അതിന് നന്നായിട്ട് ചാപ്റ്റർ വായിക്കുക, നന്നായിട്ട് സമ്മറി പഠിച്ചു പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ ആ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ യൂസ് ദി സെയിം സെന്റൻസ് ഇൻ എനി ഓഫ് ദ പേഴ്സണൽ ലെറ്റേഴ്സ്. ഏത് പേഴ്സണൽ ലെറ്റർ ചോദിച്ചാലും ഈ സെന്റൻസ് നിങ്ങൾക്ക് കൊടുക്കാം. എന്താണ്? ഐ ഹോപ്പ് വി ക്യാൻ ക്യാച്ച് അപ്പ് സൂൺ. ഉടനെ തന്നെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. Can't wait to hear what is happening on your end. നിന്റെ ആ ഭാഗത്ത് അല്ലെങ്കിൽ നിനക്ക് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നിന്റെ ഭാഗത്തെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര കൗതുകമുണ്ട്. ടേക്ക് കെയർ ആൻഡ് സെൻഡിങ് ലോട്ട്സ് ഓഫ് ജോയ് യുവർ വേ. നീ ഉഷാറായിട്ടിരിക്കും, ടേക്ക് കെയർ ആയിട്ടിരിക്കും, ആൻഡ് നിനക്ക് ഒരുപാട് സന്തോഷങ്ങളും എന്ത് ചെയ്യട്ടെ, സെൻഡിങ് ലോട്ട്സ് ഓഫ് ജോയ്, നീ സന്തോഷമായിട്ടിരിക്കും എന്നൊക്കെ ഉള്ളൊരു ടൈപ്പ് ഓഫ് സെന്റൻസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ യൂസ് ദിസ് സെന്റൻസ് ഇൻ എനി ഓഫ് ദ പേഴ്സണൽ ലെറ്റേഴ്സ്. ഏത് പേഴ്സണൽ ലെറ്റർ വന്നാലും പഠിച്ചു വെച്ച് പോയിക്കോ, ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് അവസാനിപ്പിക്കുന്ന ഭാഗത്ത് കാണാം വാം റിഗാർഡ്സ് അല്ലെങ്കിൽ ലവിംഗ്ലി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. മാർത്ത എഴുതിയ ആളുടെ പേര്, ദെൻ SD ബാർ ആ ഒരു സിഗ്നേച്ചറിൻ്റെതായുള്ള സിമ്പിൾ ഇട്ടാൽ മതി. നിങ്ങൾക്ക് സിഗ്നേച്ചറിൻ്റെ പേര് എഴുതാം, തിരിച്ചെഴുതിയാലും വലിയ പ്രയാസങ്ങളൊന്നുമില്ല, മോഡൽ ഒന്ന് കീപ്പ് ചെയ്യാന്ന് മാത്രം. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലെറ്റർ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത്തരത്തിൽ സെന്റേഴ്സ്, അഡ്രസ്സും ഒരു ഡേറ്റും ഒരു സല്യൂട്ടേഷനും നിർബന്ധമായിട്ടും എവിടെ ഉണ്ടാവണം? പേഴ്സണൽ ലെറ്ററിൽ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ പാരഗ്രാഫ് ആയിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ വേണമെങ്കിൽ, അത് നിങ്ങൾ പഠിച്ചു വെച്ച ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് വിശദീകരിക്കുന്നു. അവസാനിപ്പിക്കുന്ന ഭാഗത്ത് ഈ കാര്യം, ഈ ഐ ഹോപ്പ് മുതൽ അങ്ങ് അവസാനം വരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏത് ലെറ്ററിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്? പേഴ്സണൽ ലെറ്റർ എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പരിചയപ്പെട്ടത് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ പേഴ്സണൽ ലെറ്റർ ഏത് ചോദിച്ചാലും, ഏത് ചാപ്റ്ററിന് ചോദിച്ചാലും വളരെ കലക്കനായിട്ട് ഉഷാറായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഐ ആം winding up this video here, and we will meet again in the next video. Until then, goodbye.